എഡിറ്റിങ്ങിന് ഉള്ള ട്രെയിനിങ് കൊടുക്കാനായിട്ട് വന്നപ്പോഴേക്കും എൻ്റെ ഒരു കസിനും കുടുംബം, എൻ്റെ ഇളയച്ഛൻ്റെ മകനും കുടുംബവും അവർ പെന്തിക്കോസ്തിൽ പോയവർ അവിടെ താമസമുണ്ട്. ഇവരെ എങ്ങനെയെങ്കിലും കത്തോലിക്ക സഭയിലേക്ക് മടക്കി കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി. അന്നല്ല, പലവട്ടം ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെ ഇവരെ കണ്ട് തിരിച്ചു പോരാൻ പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും അവർ കൂട്ടാക്കിയില്ല. അവരെപ്പോഴൊക്കെ ബൈബിൾ എടുക്കും. ഞാനുണ്ടോ ബൈബിൾ കേൾക്കാൻ? ഇവരുടെ വായിന്ന് ബൈബിൾ കേൾക്കാനോ? ഇവർക്കാരാ ബൈബിൾ കൊടുത്തത്? അവർ അച്ഛന്മാർക്കല്ലേ അത് പഠിപ്പിക്കാനുള്ള അധികാരം. അല്ലാത്ത ലേമൻ അന്മാർക്ക് ഇതിനുള്ള അധികാരമുണ്ടോ? അതുകൊണ്ട് ഇവർ പറയുന്നത് കേൾക്കാൻ ചെവി കൊടുക്കാൻ ഞാൻ അങ്ങ് എടുത്തു കൊടുക്കുമോ? പൊഴിക്കൽ സമ്മതിച്ചു കൊടുത്തില്ല, കേൾക്കാൻ പോലും തയ്യാറായില്ല. എന്നാൽ ഈ 1992 ഡിസംബറിൽ ഞാൻ അവിടെ ആയിരുന്ന സമയത്ത്, ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ട്രെയിനിങ് പ്രോഗ്രാം കഴിയുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അവിടെ പോകുമ്പോൾ ഈ പ്രാവശ്യം അവരെന്തായാലും വചനം വെച്ച് തർക്കിക്കാൻ വന്നില്ല. ആ സഹോദരി, എൻ്റെ കസിൻ്റെ ഭാര്യ, അവൾക്കാണ് കുറേ ദൈവിക അനുഭവങ്ങളുണ്ടായത്. അവളുടെ ജീവിതാനുഭവങ്ങൾ എന്നോട് പങ്കുവയ്ക്കാൻ തുടങ്ങി. ടെസ്റ്റ് മണി, ഞാനിപ്പോൾ ചെയ്യുന്നത് ടെസ്റ്റ് മണി പറയുക എന്നുള്ളതോട് എൻ്റെ ജീവിത കഥ പറയുക. അങ്ങനെ അവൾ അത്ഭുതകരമായി ദൈവം വഴി നടത്തിയ വിധങ്ങൾ, അവൾക്കുണ്ടായ ഒരു രോഗസൗഖ്യം ഞങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. അവളുടെ നാവ് ഇറങ്ങിപ്പോയി, സംസാരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു. അവസാനം അത്ഭുതകരമായി അവൾ മരണത്തോട് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുഴി ഇറങ്ങാതെ അങ്ങനെയൊക്കെ അവൾ അസ്ഥികൂടം പോലെയായി അവൾ മരിക്കുമെന്ന ഘട്ടം വരെ എത്തിയ ഒരു കാര്യം ഞങ്ങൾ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം. പിന്നെ ഏതോ ഒരു പ്രെയർ ഗ്രൂപ്പിൽ പോയി, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയിട്ട് അവൾ പ്രാർത്ഥന വഴി അവൾക്ക് സൗഖ്യം കിട്ടിയെന്ന് ഞങ്ങളൊക്കെ അറിയാം, അത്രയൊക്കെ അറിയാം. പക്ഷെ ഇതെങ്ങനെയൊക്കെയാണ് സംഭവിച്ചു എന്നൊന്നും അറിയില്ല. അതങ്ങനെ അറിയാൻ ആരും മെനക്കെട്ടുമില്ല. അതങ്ങനെ അപ്പോൾ അവൾക്ക് അത്ഭുത രോഗസൗഖ്യമുണ്ടായതും അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസും അവൾ കണ്ട ദർശനവും വെളിപ്പാടും അവൾ കേട്ട പ്രവചന ദൂതുകൾ അക്ഷരാർത്ഥത്തിൽ അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നതുമെല്ലാം അവൾ എന്നോട് പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. ഇടപെടാൻ തുടങ്ങിയത് 2000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമല്ല, പത്രോസിനെയും പൗലോസിനെയും ഫിലിപ്പോസിനെയും മാത്രമല്ല, ഇന്നും ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന തൻ്റെ മക്കളുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് കൈക്ക് പിടിച്ച് വഴി നടത്തുന്നത് എങ്ങനെയെന്ന നിൻ്റെ സ്വന്തം കുടുംബത്തിൽ നിനക്ക് ഞാൻ സാക്ഷ്യം നൽകി കഴിഞ്ഞ സ്ഥിതിക്ക് നീ എൻ്റെ വചനവും എടുത്ത് എൻ്റെ സാക്ഷിയെ തെരുവിലേക്ക് ഇറങ്ങൂ. സ്തോത്രം. ഞാൻ ഇറങ്ങണമോ വേണ്ടയോ? ഇവിടെ എത്ര പേരാണ് കത്തോലിക്കരായിട്ടുള്ളത്? നിങ്ങളുടെ വായിൽ നിന്ന് ഞാൻ ഒന്ന് കേൾക്കട്ടെ. ഞാൻ ഇറങ്ങണമായിരുന്നോ വേണ്ടയോ? സ്തോത്രം. ഇപ്പോഴും ഞാൻ ഇറങ്ങാൻ തയ്യാറായില്ല. കാരണം ആ ഏപ്രിൽ മാസം, ഇതിപ്പോൾ ഡിസംബറിലല്ലേ, ആ ഏപ്രിൽ മാസം എനിക്ക് സ്വിറ്റ്സർലൻഡിൽ കൗൺസിൽ മീറ്റിങ്ങിന് പോകണം. ഇൻ്റർനാഷണൽ കാത്തലിക് പ്രസ് അസോസിയേഷൻ്റെ കൗൺസിൽ മീറ്റിംഗ് അവിടെ നടക്കുക. എനിക്ക് പോയേ പറ്റൂ. ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് കാത്തലിക് ന്യൂസ് ഏജൻസിയുടെ ഗവേണിംഗ് ബോഡിയെ പണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്ന ഹംഗറിയും കൊറേഷ്യയും അൽബീനിയയും മറ്റും 8 രാജ്യങ്ങൾ ചേർന്ന് ഈ ഗവേണിംഗ് ബോഡിയെ ക്ഷണിച്ചിരിക്കുക ആ രാജ്യങ്ങൾ സന്ദർശിക്കാൻ, അവിടെ സഭയുടെ ഇപ്പോൾ ഉള്ള ചലനങ്ങൾ മനസ്സിലാക്കാൻ. ഏഷ്യയിൽ നിന്ന് ആ ബോഡിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പോയേ പറ്റൂ, ഒരു എക്സ്ക്യൂസും ഇല്ല. എല്ലാ കാര്യങ്ങളും, യാത്രാ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് എല്ലാം വിട്ടുകൊണ്ട് നീ എൻ്റെ വചനം കൊടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങും. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ലക്ഷക്കണക്കിന് രൂപ ആദ്യം ഒന്ന് മടിച്ചു നിന്നു ഇറങ്ങാം. എന്നിട്ട് ഞാൻ എറണാകുളത്ത് നിന്ന്, ഞാൻ ബോംബെയിലായിരുന്നു അന്ന് എൻ്റെ ഓഫീസ്, ബോംബെയിലേക്ക് പോയി. ബോംബെയിൽ പോയിട്ട് എനിക്ക് സ്വസ്ഥതയില്ല. രാവും പകലും ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ മതിച്ചുകൊണ്ടേയിരുന്നു. വചനം കൊടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുമെന്ന് ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞാൻ ഇറങ്ങാം, പക്ഷേ ലക്ഷക്കണക്കിന് രൂപ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്കത് ഇട്ടേച്ച് പോകാൻ പറ്റുമോ? ആളുകൾ പറയില്ലേ ഞാൻ പണവുമായിട്ട് മുങ്ങിയെന്ന്, അല്ലെങ്കിൽ കണക്കുണ്ടാക്കി എന്നെ കുരുക്കാം. അതുകൊണ്ട് ഇതെല്ലാം ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ഏൽപ്പിക്കേണ്ടവരൊക്കെ ഏൽപ്പിച്ചിട്ട് പോകാനുള്ള സാവകാശമെങ്കിലും നീ എനിക്ക് തരണം.
അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ തീരുമാനമെടുക്ക, ബാക്കി കാര്യം ഞാൻ ഏറ്റു. സ്തോത്രം. തീരുമാനം, നമ്മുടെ തീരുമാനത്തിന്മേലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നീ തീരുമാനമെടുക്ക, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞു, യെസ് കർത്താവേ, ഞാൻ തീരുമാനം എടുത്തു, ഞാൻ ഇറങ്ങാം. പക്ഷേ ഞാൻ എവിടെ പോയി അന്തി ഉറങ്ങും? ഞാൻ എന്തെടുത്ത് ഭക്ഷിക്കും? ലക്ഷക്കണക്കിന് രൂപ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ മാത്രം സൈൻ ചെയ്താൽ മതി വിഡ്രോ ചെയ്യാൻ. അങ്ങനെ, കാരണം ഞാനാണ് ഈ ഫണ്ടെല്ലാം റേസ് ചെയ്യുന്നത്. അത് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക, അധികാരപ്പെടുത്തിയിരിക്കുക ഗവേണിംഗ് ബോഡി. പിന്നെ അപ്പോൾ അങ്ങനെ എനിക്ക് ഉപയോഗിക്കാം. പക്ഷെ ഞാനൊരു സന്യാസ വൈദികനാണ്. ഒരു പൈസ പോലും എനിക്ക് സ്വന്തമായി സേവ് ചെയ്യാൻ പാടില്ല. ഞാനിതെല്ലാം വിട്ടിറങ്ങി പോകുന്ന സമയത്ത് എൻ്റെ ആശ്രമശ്രേഷ്ഠന്മാരോട് യാത്ര ചോദിച്ചല്ല പോകുന്നത്. അവർ വിടില്ല, ഒളിച്ചു പോവുക, അറിയാതെ പോവുക. അങ്ങനെ പോകുമ്പോൾ ഞാൻ എവിടെ പോയി അന്തി ഉറങ്ങും? ഞാൻ എന്തെടുത്ത് ഭക്ഷിക്കും? എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എങ്കിൽ ഞാൻ അവരുടെ അടുത്തേക്കെങ്കിലും ചെന്നേനെ. പക്ഷെ അവർ രണ്ടുപേരും മരിച്ചു പോയിരുന്നു ആ സമയത്ത്. എൻ്റെ സഹോദരന്മാരും ബന്ധുമിത്രാദികളും എന്നെ വീട്ടിൽ പോലും ഇനി കയറ്റിയെന്ന് വരില്ല. ഞാൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചപ്പോൾ അവർക്ക് അഭിമാനമായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ അവർക്ക് അപമാനമാകും. അതുകൊണ്ട് എന്നെ വീട്ടിൽ പോലും കയറ്റിയൊന്നും എനിക്ക് തോന്നുന്നില്ല, കയറ്റിയുമില്ല പലരും. പക്ഷെ ഞാൻ കർത്താവിനോട് അത് മുൻകണ്ടിട്ട് പറഞ്ഞു, ഞാൻ എവിടെ പോയി അന്തി ഉറങ്ങും? ഞാൻ എന്തെടുത്ത് ഭക്ഷിക്കും? കർത്താവ് തന്ന മറുപടി കേൾക്കണോ? ആശ്വസിപ്പിക്കുന്ന ഒരു മറുപടിയൊന്നുമല്ല. ഇറ്റ് വാസ് എ ചലഞ്ച്, ഒരു വെല്ലുവിളിയായിരുന്നു. ദൈവവചനത്തിലൂടെ കർത്താവിനോട് പറഞ്ഞു, ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുണ്ട്, കുറുനരികൾക്ക് കുഴികളുണ്ട്, മനുഷ്യപുത്രൻ്റെ ഭൂമിയിൽ തലചായ്ക്കാൻ ഇടമില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങനെയാണെങ്കിൽ ഇനി പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും സാരമില്ല, കടത്തെണ്ണകളിൽ പോയി ഉറങ്ങേണ്ടി വന്നാലും സാരമില്ല, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. 20 വർഷമാകാൻ പോകുന്നു ഞാനങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിട്ട്. എന്നാൽ ഇതുവരെ ഒരു ദിവസം പോലും കർത്താവിനെ പട്ടിണി കിട്ടിയിട്ടില്ല. ഒരു ദിവസം പോലും കർത്താവിനെ കടത്തെണ്ണകളിൽ ഉറക്കാൻ അനുവദിച്ചിട്ടില്ല. ഇന്ന് അമേരിക്കയിൽ നിന്ന് 2 ഡിഗ്രി ഡോക്ടറേറ്റ് ഡിഗ്രി വാങ്ങിച്ച അമേരിക്കയിൽ വെള്ളക്കാരുടെ നടുവിൽ കുടുംബമായിട്ട് താമസിച്ചുകൊണ്ട് കർത്താവിനെ സേവിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മനുഷ്യരോട് ഒരു പൈസ പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല, ഒരു പൈസ പോലും ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കയില്ല എന്ന് തീരുമാനമെടുത്തതാണ്. എൻ്റെ ജീവിതത്തിൽ ആ ഒരു മനുഷ്യരോടും കർത്താവേ ഞാൻ ഒന്നും ചോദിക്കില്ല. നിൻ്റെ വേലയ്ക്കായിട്ടാണെങ്കിൽ പോലും ഞാൻ ആരോടും ഞാൻ ചോദിക്കില്ല. നിനക്ക് വേണമെങ്കിൽ ചോദിച്ച് പണം എന്താ, ഞാൻ നിൻ്റെ വേല ചെയ്തോളാം, ഇതാ എൻ്റെ പരിപാടി. അങ്ങനെയാണ് തീരുമാനം എടുത്തിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇത്രത്തോളം നടത്തിയതാണെങ്കിലോ അതിന് വിവരിക്കാൻ എൻ്റെ മുമ്പിൽ സമയമില്ലല്ലോ. നീ 7-8 മിനിറ്റ് നോക്കണ്ട. ഞാൻ എന്തായാലും ഇറങ്ങി തിരിച്ചു. സ്നാനപ്പെടാൻ അതോ സ്നാനമോ? കത്തോലിക്ക പുരോഹിതൻ, കൊമേന്ത പട്ടക്കാരൻ ഇനിപ്പോയി സ്നാനമേൽക്കാനോ? എത്ര പേരെയാണ് ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുള്ളത്? ഞാൻ എന്തായാലും ഇറങ്ങി പുറപ്പെട്ടു പോന്നു. എവിടെ പോകാനാ? എൻ്റെ കസിൻ എന്തായാലും അവരുണ്ടല്ലോ, അവരെന്നെ സ്വീകരിക്കും. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് വന്നു. അവരുടെ അടുത്തേക്ക് വന്നപ്പോഴാണ് സ്നാനപ്പെടണം എന്ന് എല്ലാവരും കൂടെ. എങ്ങനെയാണ് സ്നാനപ്പെടുന്നേ? ഞാൻ അച്ഛനല്ലേ. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്തൊക്കെയായാലും ഞാൻ ഇറങ്ങി തിരിച്ചു, നീ പറഞ്ഞ അനുസരിച്ച് ഇറങ്ങിപ്പോന്നു. പക്ഷെ സ്നാനപ്പെടാൻ വയ്യ, സ്നാനപ്പെടുകയില്ല എന്ന് പറഞ്ഞു. സ്നാനപ്പെടാൻ കൊണ്ട് പറ്റില്ല. അതുമാത്രമല്ല, ബൈബിള് പറയുന്നു, ഒരു സ്നാനം ഒരു കർത്താവ്, ഒരു വിശ്വാസം ഒരു സ്നാനം ഒരു കർത്താവല്ലേ. അപ്പം ഞാൻ സ്നാനപ്പെട്ടതല്ലേ കുഞ്ഞുനാളിലെ, പിന്നെ എന്തിനാ രണ്ടാമതൊരു സ്നാനം? ഇങ്ങനെ വാദിച്ചും തർക്കിച്ചും മുമ്പോട്ട് പോയപ്പോൾ ഒരു ദിവസം കർത്താവ് എന്നോട് പറഞ്ഞു, കർത്താവ് എനിക്ക് വചനം തന്നതാണ്. വെറുതെ ഞാൻ സാധാരണ വചനം വായിക്കുന്നവരെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി കർത്താവ് പത്രോസിൻ്റെ അടുത്ത് വന്നു. പത്രോസ് പറഞ്ഞു, കർത്താവ്, എൻ്റെ പാദം കഴുകാൻ, കാലുകൾ കഴുകാൻ തന്നെ ഞാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാനിപ്പോൾ നിൻ്റെ പാദങ്ങൾ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. ആ വാക്യം വായിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞ വാക്യം എന്തോ പവർഫുള്ളാണെന്നോ. വേറൊരു കോണ്ടക്സ്റ്റിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ വാക്യം എന്നോട് ഇടപെടുന്നത്, നീ വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കുന്നില്ല എങ്കിൽ
നിനക്ക് എന്നോടുകൂടി പങ്കില്ല. നീ എന്തൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞാലും ശരി, നീ വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കാത്തിടത്തോളം കാലം നിനക്ക് എന്നോടുകൂടി പങ്കില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു, കർത്താവേ അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നല്ല, ഞാൻ ഒത്തിരി ഉണ്ട്. ഞാൻ ചുരുക്കി പറയാം, എൻ്റെ സംഘട്ടനം ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാലും ചുരുക്കി പറയുക, കർത്താവിനോട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കർത്താവേ ഇനി ഒന്നല്ല 100 വട്ടം നിനക്ക് വേണ്ടി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണമെന്ന് എന്നോട് ആവശ്യപ്പെടാൻ ഞാൻ എന്നെ തയ്യാർ. വെള്ളത്തിലല്ല കർത്താവേ, നിനക്ക് വേണ്ടി എൻ്റെ രക്തം ചൊരിഞ്ഞ് ആ രക്തത്തിൽ മുങ്ങി സ്നാനപ്പെടണമെന്നാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ അതിനുപോലും ഞാൻ തയ്യാറെന്ന് പറഞ്ഞ് ഞാൻ സമർപ്പിച്ചു. ഞാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഭീതി. ഇന്ത്യയിലെ എല്ലാ മെത്രാന്മാരും എന്നെ അറിയും, റോമിലുള്ളവർ എന്നെ അറിയും. ഇന്ത്യയിലെ എല്ലാ മെത്രാന്മാരും എന്നെ അറിയുന്നത് കാരണം ഞാൻ CBCI സെൻറ്റർ, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. പിന്നെ എൻ്റെ വൈഫിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, ഇവിടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലാണ്. ഞാൻ മരുന്ന് അങ്ങനെയൊക്കെ അവിടെ ക്യൂയിൽ നിൽക്കുമ്പോഴും ഞാൻ അവിടെ ലിഫ്റ്റിൽ കയറാനായിട്ട് പാസുമായിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, ഇതിലെ തൂങ്കുഴി പിതാവ് കടന്നു വരികയാണെങ്കിൽ ഇപ്പം എൻ്റെ ഇപ്പം പ്രായമൊക്കെ കുറച്ചായില്ലേ, എന്നെ ഇപ്പം കണ്ടാൽ തിരിച്ചറിഞ്ഞാൽ അദ്ദേഹം അതിശയിക്കും, അച്ഛനെന്താ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റാണ് ഞാൻ, എൻ്റെ അതിഥിയായിട്ട് അദ്ദേഹം വന്ന് താമസിക്കാറുള്ളത്. എല്ലാ മിത്രന്മാരും, കാരണം ഞാൻ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ അല്ലേ, CBCI സെൻറ്ററിൻ്റെ ഡൽഹിയിലെ അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പോൾ എല്ലാ മിത്രാന്മാരും വന്നാൽ എൻ്റെ അതിഥിയായിട്ട് അവിടെ താമസിക്കുന്നേ, അവർക്ക് വേണ്ടത് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുക്കാൻ, എല്ലാ കാര്യങ്ങളും അവർ CBCI അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ്. എല്ലാവരും അവരറിയില്ലേ, അവരറിയും. ഇവരൊക്കെ എന്നോട് അച്ഛൻ എന്തിനാ പോയി സ്നാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ കർത്താവ് ഞാൻ എന്ത് മറുപടി കൊടുക്കും ഇവർക്കൊക്കെ? ഇതായിരുന്നു എൻ്റെ പേടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ നിൻ്റെ വചനവുമായിട്ട് എവിടെയെങ്കിലും ഒളിച്ചിരുന്ന ഞാൻ വചനം പഠിക്കാം, നീ എന്നെ പഠിപ്പിക്കുക, ഞാൻ എന്താ ഇവർക്കൊക്കെ മറുപടി പറയേണ്ടതെന്ന്. അങ്ങനെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ കസിൻ എന്നോട് പറഞ്ഞു, ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്ന കസിൻ എന്നോട് പറഞ്ഞു, 40 ദിവസം വരെയുള്ള ഉപവാസത്തെക്കുറിച്ച്, ഇതുമായിട്ടുള്ള ബന്ധത്തിലല്ല, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ 40 ദിവസം വരെയുള്ള ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് 40 ദിവസം ഉപവസിക്കണം. കാരണം എവിടെയെങ്കിലും ഒളിച്ചിരിക്കാമല്ലോ, 40 ദിവസവും ഇരുന്ന് ബൈബിൾ വായിക്കാമല്ലോ, ധ്യാനിക്കാമല്ലോ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ എൻ്റെ കസിൻ പറഞ്ഞു, അച്ഛനെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, കാരണം ഇത് നമ്മുടെ കത്തോലിക്കരുടെ ഉപവാസം പോരൊന്നുമല്ല, ഇത് രാവും പകലും പൂർണ്ണമായും ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഉപവാസമാണ്. ഞാൻ പറഞ്ഞേ, രാവും പകലും പൂർണ്ണമായും ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് 40 ദിവസവും കർത്താവ് ഉപവസിച്ചിട്ടുണ്ട്, മോശ ഉപവസിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബലഹീനരായി നമ്മളെ കൊണ്ടത് പറ്റുമോ? അവരൊന്നും പറ്റും, അങ്ങനെ ഉപവസിച്ചിട്ടുള്ളവരുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ 40 ദിവസം ഉപവസിച്ചവരുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കർത്താവാണ് എന്നെ വിളിച്ചിറക്കിയതെങ്കിൽ, ഞാൻ യഥാർത്ഥ സത്യത്തിൻ്റെ പാതയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ 40 ദിവസം പൂർണ്ണമായും ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവസിക്കാനുള്ള കൃപ എൻ്റെ കർത്താവ് എനിക്ക് തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപവസിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും അങ്ങ് എതിർത്ത് പേടിച്ചു പോയി. അവരെല്ലാം അവരും അച്ഛൻ അവിവേകമൊന്നും കാണിക്കരുത്, പിന്നെ അങ്ങനെ ഉപവസിച്ചവർ ഇങ്ങനെ രോഗം വന്നിട്ടുണ്ട്, ഇങ്ങനെ ചിലർ മരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചിലർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ആദ്യം 3 ദിവസം, അല്ലെങ്കിൽ ഒരു 7 ദിവസം, പിന്നെ ഒരു നേരം ഭക്ഷിച്ചുകൊണ്ട് 21 ദിവസം, ഇങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ അഭ്യാസം പ്രാപിച്ച് കഴിഞ്ഞപ്പോൾ 40 ദിവസം ഇരുന്നോ എന്നുള്ള മട്ടിലാണ് അവരെന്നോട് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, കർത്താവ് അതിനുള്ള കൃപ. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഇതാണ് എൻ്റെ ആഗ്രഹം. പാസ്റ്റർ പറഞ്ഞു, ദൈവാത്മാവ് അച്ഛനെ പ്രേരിപ്പിക്കുമെന്നെങ്കിൽ അച്ഛൻ ഇരുന്നോ എന്ന് പറഞ്ഞു. ആ ധൈര്യം എനിക്ക് കിട്ടിയപ്പോൾ ഞാനും കയറിയിരുന്നു. അങ്ങനെ ഇരിക്കുന്തോറും ഓരോ ദിവസം അങ്ങനെ ഉപവാസത്തിലിരിക്കുമ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ദൈവം എനിക്ക് ശക്തി പകർന്നുകൊണ്ടേയിരുന്നു. ദർശനങ്ങളും വെളിപ്പാടും തരാൻ തുടങ്ങി. 14-ാമത്തെ ദിവസം ആത്മാവിൻ്റെ ശക്തികൾ നിറഞ്ഞ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിച്ചു. അതുവരെ സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന രോഗമുണ്ടായിരുന്നു. എനിക്ക്
കൈ ചലിപ്പിക്കാൻ പോലും പറ്റില്ല, കൈ അടിക്കാൻ പറ്റില്ല, ഷർട്ട് പോലും ധരിച്ച് ആരാധനയ്ക്ക് പോകാൻ കഴിയാതിരുന്ന ആ സാഹചര്യത്തിൽ ഞാൻ ആരാധനയ്ക്ക് എന്നാൽ കൈ അടിക്കാൻ കഴിയാതെ, കൈ ചലിപ്പിച്ചാൽ ഷോക്ക് കിട്ടുന്ന പോലത്തെ വേദന, അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഞാൻ ഒരു ദിവസം കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് കൈ അടിച്ച് പാട്ട് പാടുന്ന വഴി എൻ്റെ കൈ പറഞ്ഞു പോകുന്ന നിങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് വേദന സഹിച്ച് ഞാൻ കൈ അടിച്ച് പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇടപെട്ടുകൊണ്ട് ചോദിച്ചു, നീ ഇങ്ങനെ കൈയടിച്ച് പാട്ട് പാടുമ്പോൾ നിനക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ എക്സസൈസ് ആണോ നിൻ്റെ ഫിസിയോതെറാപ്പി എന്നുള്ള എക്സസൈസ്? അപ്പോഴാ ഇരിപ്പിലിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ അങ്ങനെയാണെങ്കിൽ ഞാൻ മേലാൽ ഫിസിയോതെറാപ്പിയുടെ എക്സസൈസ് ചെയ്യുകയില്ല, അവിടെ നിന്ന് സുഖപ്പെടുത്തുമ്പോൾ എനിക്ക് സുഖമായാൽ മതി. ഉടനെ സുഖമാക്കണമെന്നല്ല, നിനക്ക് തോന്നുന്ന കാലത്ത് എപ്പോഴും നിനക്ക് സൗഖ്യമാക്കണമെന്ന് തോന്നുന്നു അപ്പോൾ സൗഖ്യമാക്കിയാൽ മതി, ഞാൻ ഇനി എക്സസൈസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് സമർപ്പിച്ച നിമിഷം അത്ഭുതകരമായി ദൈവം സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കൈ അടിക്കാം, കൈ ചലിപ്പിക്കാം, കഴുത്ത് തിരിക്കാം, കഴുത്ത് ഞെട്ടിച്ച് തിരിപ്പിക്കരുതെന്നൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. കാരണം അവർ കുനിയരുത്, കുനിയുമ്പോൾ ഇങ്ങനെ നേരെ താഴോട്ട് പോകണം, പിന്നെ നേരെ മുകളിലോട്ട് വരണം, ട്രാക്ഷൻ, അങ്ങനെയുള്ള പല എക്സസൈസ് അതിൻ്റെ ഇതൊക്കെ പറഞ്ഞാൽ തലയണമൊന്നും ഉപയോഗിക്കാതെ വേണം കിടന്നുറങ്ങാൻ. അന്ന് മുതൽ ഞാൻ തലയണം ഉപയോഗിക്കാൻ തുടങ്ങി. കർത്താവ് വിടുവിച്ചാൽ പിന്നെ എന്തിനാ പേടിക്കാൻ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 1977 മുതൽ ഹൈപ്പർ അസിഡിറ്റി എന്ന രോഗത്താൽ ഞാൻ ഭാരപ്പെട്ടിരുന്നു. ഡോക്ടർ കുര്യൻ കൊല്ലത്തിനടുത്ത് കൊട്ടിയത്തുള്ള ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ അന്നത്തെ ചീഫ് ഫിസിഷ്യനായിരുന്ന ഡോക്ടർ കുര്യൻ എന്നോട് പറഞ്ഞത്, അച്ഛൻ അക്യൂട്ട് ഹൈപ്പർ അസിഡിറ്റിയാണ്, അതുകൊണ്ട് ഒരു നേരം പോലും ഭക്ഷണം ഒഴിവാക്കരുത്, ദീർഘദൂര യാത്ര ചെയ്യുമ്പോഴും സോൾട്ട് ബിസ്ക്കറ്റെങ്കിലും കയ്യിൽ കരുതിയിരിക്കണം, ബേണിംഗ് സെൻസേഷൻ, വയറെരിച്ചിലുണ്ടാകുമ്പോൾ ബിസ്ക്കറ്റ് കഴിക്കണം, വെള്ളം കുടിക്കണം എന്നൊക്കെ. ആ നിർദ്ദേശം ലഭിച്ചിരുന്ന ഞാനാണ് പറയുന്നത്, 40 രാവും 40 പകലും പൂർണ്ണമായും ഭക്ഷണം ഉപേക്ഷിക്കാതെ ഉപവസിക്കാൻ തീരുമാനമെടുക്കുന്നു. അപ്പോൾ ഈ രോഗത്തിൻ്റെ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഞാൻ പറഞ്ഞ, കർത്താവേ ഉപവസിക്കുന്നത് കാരണം ഇനി ഹൈപ്പർ അസിഡിറ്റി അല്ല, എന്ത് രോഗമെന്നാലും സാരമില്ല, ഞാൻ സഹിച്ചു കൊള്ളാമെന്ന് സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഹൈപ്പർ അസിഡിറ്റി എവിടെ പോയി എന്ന് പോയി ഒന്നും എനിക്കറിയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് പറഞ്ഞത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗത്തിൽ കടക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ജിവാരഭക്ഷന്തലതുമനഭജകാനുഗന്ധലൂപരഭക്ഷ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളെ അവിടുന്ന് വിവേചിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് വിവേചിക്കുന്നു. ഈ വചനവും അവിടുത്തെ വചനവും മാറ്റമില്ലാത്ത അവിടുത്തെ വചനവും ഹല്ലേലൂയ അടിയനിലൂടെ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതകരമായ കാര്യങ്ങളും കേട്ടുകൊണ്ടിരുന്ന നിൻ്റെ മക്കളുടെ ഹൃദയങ്ങളെ നീ വിവേചിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ പഠിച്ചു, അവരുടെ ഹൃദയങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊക്കെയാണെന്ന് അവിടുന്ന് കാണുന്നതിനാൽ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, നിന്റെ മക്കളെ ഹല്ലേലൂയ ഈ വചനത്തിലൂടെ നീ ഇടപെടണമേ, വചനത്തിലൂടെ ഇടപെടണമേ കർത്താവേ, ഈ സാക്ഷ്യത്തിലൂടെ ഇടപെടണമേ കർത്താവേ. അവരിൽ രോഗികളുണ്ടെങ്കിൽ കർത്താവേ രോഗസൗഖ്യം നൽകി വചനത്തെ ഉറപ്പിച്ച കർത്താവ്, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ച കർത്താവ്, എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എൻ്റെ കസിൻ്റെ കുടുംബത്തിലൂടെ നൽകുക മാത്രമല്ല, എൻ്റെ ജീവിതത്തിലൂടെ തന്നെ അതെല്ലാം അനുവർത്തിച്ച ദൈവമേ, നിൻ്റെ മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിച്ചടിയൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങളോട് ഇടപെടണം, രോഗികളെ സൗഖ്യമാക്കണം, അവരുടെ പ്രതികൂലങ്ങളെ പ്രതിബന്ധങ്ങളെ കർത്താവെ തടസ്സങ്ങളെ മാറ്റണം. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ, അവിടുന്ന് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം. അവിടുത്തെ പുത്രനാ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ സാക്ഷാൽ എൻ്റെ ശിഷ്യന്മാരും, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്നുള്ള ആ വചനം വെച്ച് നിൻ്റെ മക്കൾക്ക് ഞാൻ സ്വാതന്ത്ര്യം കൽപ്പിക്കുന്നു കർത്താവേ. കർത്താവേ, നിന്റെ മക്കളെ ബന്ധിച്ചു വച്ചിരിക്കുന്ന പാരമ്പര്യ ബന്ധനങ്ങളിൽ നിന്നും നിന്റെ മക്കൾ കഴിയാൻ വിടുതൽ കൽപ്പിക്കുന്നു ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ. അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ കർത്താവേ. ഞങ്ങൾ ജനനം മൂലം
ഞങ്ങൾ ഓരോ സഭാവിഭാഗങ്ങളിൽ, ഓരോ മതവിഭാഗങ്ങളിൽ ബന്ധിക്കപ്പെട്ടവരാ, അതിൻ്റെ അടിമകളായി തീർന്നവരാ. സത്യം അറിയുമ്പോൾ സത്യം സ്വതന്ത്രമാക്കുമെന്ന് പറഞ്ഞ അവിടുത്തെ വചനം ഞാൻ എടുത്തുപയോഗിക്കുന്നു. കർത്താവേ, നിന്റെ മക്കൾ സ്വതന്ത്രരാകട്ടെ, നിന്റെ മക്കൾ സ്വതന്ത്രരാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രരാകട്ടെ. പാരമ്പര്യ ബന്ധനങ്ങളിൽ നിന്നും കർത്താവേ ഹല്ലേലൂയ, മതപരമായ ബന്ധനങ്ങളിൽ നിന്നും സഭാവിഭാഗങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്നും അവർ സ്വതന്ത്രരാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പിൻ, പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. നിന്റെ മക്കളെ വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാൻ അനുവദിക്കാതെ അവർക്ക് സ്വാതന്ത്ര്യം നൽകി ആ വിശ്വാസത്തിൽ ഉറപ്പിച്ച് അവിടുന്ന് വഴി നടത്തുമാറാകണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തണം, അവിടുത്തെ മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തണം. അടയാളങ്ങളാൽ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ച ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ മക്കളെ വയ്ക്കുന്ന കർത്താവേ, അവരെ തടയുന്ന അന്ധകാര വ്യാപാര ശക്തികളിൽ നിന്ന് സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള നസ്രായനായ യേശുവിന്റെ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു. മഹത്വം അങ്ങടിക്കണമേ. ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ